നമ്മുടെ ബൈക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈവൺ എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ അമ്മൂട്ടൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പോണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ മാർച്ച് 2 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് രാമൂട്ടൻ രാമൂട്ടൻ പിറന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളിതാ ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ബാംഗ്ലൂർ ദുബായിലായിരുന്നേ, അടിപൊളിയായിട്ട് ഇവളെ കെട്ടിയ പിന്നെ നോക്കി അവസ്ഥ നോക്കിയത് നടു റോട്ടിലെത്തിയ എന്റെ പറഞ്ഞാൽ ഇപ്പൊ നടു റോട്ടിലാ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ദുബായിൽ നിന്നെ കാണാൻ വന്നത് നീ മറന്നുവോ? ആ കണ്ടതിന് പിന്നെയാണല്ലോ ഇങ്ങനെ ആയിപ്പോയെ. അപ്പൊ ഞങ്ങൾ ഈ ബർത്ത്ഡേ ഒരുമിച്ചാണ്. അതാണ് ഒരുമിച്ച് നടു റോട്ടിലാണെന്ന് പറഞ്ഞു. ഒരുമിച്ച് നടു റോട്ടിലാണ്, ഒരുമിച്ചല്ലേ അല്ലേ? അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ഗാലിമോനുണ്ട്, ഫോട്ടോഗ്രാഫർ ആൻഡ് നമ്മളെല്ലാരും കൂടിയിട്ടാണ് ദുബായിക്ക് പോണത്. ഏകദേശം സേലം കഴിഞ്ഞിട്ടോ കഴിച്ചില്ല. ഇല്ല സേലം കഴിഞ്ഞിട്ടില്ല. സേലം 84 കിലോമീറ്റർ ഇനി. ഓ മൈ ഗോഡ് യു കണ്ടാ നമ്മുടെ കൂടെ പോലും ഒരു കട നിർത്തി തരും. അതാണ് സമയമില്ല. ഞങ്ങൾ കൊറേ ബേക്കറി നോക്കി, കേക്ക് മേടിക്കാനായിട്ട്. കേക്കൊന്നും കിട്ടിയില്ല. എന്താ അവസ്ഥ നോക്കിയേ, സ്വന്തം വീട്ടിലേക്ക് ഞാൻ കേക്ക് തപ്പി പോണം. കേക്ക് തപ്പണ്ട, ഞാൻ വണ്ടി ഓടിക്കാം. ഞാൻ തപ്പി നടക്കാം. നീ വണ്ടി ഓടിച്ച ഇന്ന് ബാംഗ്ലൂർ എത്തൂല. എറണാകുളം കഴിഞ്ഞ് 12 മണി കഴിഞ്ഞോണ്ട് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോ ഞാൻ വണ്ടി ഓടിക്കും. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് ഇനി ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിതാ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ. അപ്പോൾ നമ്മുടെ പ്ലാൻ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ബർത്ത്ഡേ പാർട്ടി കേക്ക് മുറിക്കുക എന്നുള്ളൊരു സെറ്റപ്പിൽ രാമോട്ടനായിട്ട് നമ്മളെല്ലാവരോടും പുറത്തു പോകുന്നു. ആൻഡ് അവിടെ നിന്ന് നമ്മൾ എൻഫീൽഡ് ഷോറൂം എത്തുമ്പോൾ കണ്ണൊക്കെ കെട്ടിയിട്ട് എന്താ പറയുക, അകത്ത് കൊണ്ടേ കാണിച്ചിട്ട് സർപ്രൈസ് കൊടുക്കാമെന്നാണ് പ്ലാൻ. അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും അകത്തുണ്ട്. വന്നോ? ഓക്കെ അപ്പോൾ രാമൂട്ടൻ വാഷ്റൂമിലായിരുന്നു. ഓക്കെ, അപ്പം നമുക്കിനി നോക്കാം എന്താവുന്നു. അവനെവിടെ? ബാത്റൂമിലാ ഗൈസ്? ഹലോ, പോണ്ടേ? ആ ബാ, നമുക്ക് ബർത്ത്ഡേ പാർട്ടി. ഹലോ ബർത്ത്ഡേ ബോയ്, ബാ. ഇത് എന്ത് വ്ളോഗെന്നാ ഇത്? നമ്മൾ ചുമ്മാ ബർത്ത്ഡേ ട്രീറ്റ് കൊടുക്കുന്ന വ്ളോഗ്. ഇന്ന് രാമുന്റെ വക ട്രീറ്റ് ആണ് കേട്ടോ എല്ലാവർക്കും. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും ഇവിടെ ഇല്ല, കുറച്ച് പേര് പുറത്താണ്. എല്ലാരും വരും. ട്രീറ്റ് ഉണ്ട്. വാ 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 പോ, കുളിച്ച് കുട്ടപ്പനായിട്ട് ഇരിക്കുക ട്രീറ്റ് കൊടുക്കാനായിട്ട്. വാ ബർത്ത്ഡേ ബോയ്, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ക്ലിയർ ആയി. ദുബായ്ക്കാരൻ റോഷൻ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് പറഞ്ഞിട്ട് പാർട്ടിക്കായിട്ട് നാട്ടിൽ നിന്ന് വന്നവനാണ്. അതെ, നനപ്രസാദിന്റെ ട്രീറ്റ് ആണ്. നമ്മൾ ഏത് പബ്ബിലാ പോകുന്നത്? ഏത് പബ്ബിലാ? എല്ലാ പബ്ബിലും നമുക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗൈസ് അപ്പൊ നമുക്ക് പോകാം. നീ ഏത് കാർ? ആ കാർ അവിടെ ഉണ്ട് ഗൈസ്. അതെ നമ്മുടെ വേറൊരു കാറ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് പാത്തു, ഇത് പാത്തുവിന്റെ പുതിയ ഹെയർ സ്റ്റൈലാണ്. തരദാസ് നോക്ക് പാത്തു, ഇത് നോക്ക്. ഞാൻ നിങ്ങളെ വിളിച്ചായിരുന്നു, അച്ഛൻ കുറച്ച് തിരക്കിലാണ്, വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല എവിടെ കൊണ്ടുപോണേ? വേറെ എടാ ഷെഫിളിന്റെ അത്ര വേറെ നല്ല സ്ഥലം ഇല്ല. അതുകൊണ്ട് ഇല്ലാണ്ട് പിള്ളില്ലാണ്ട് വരണ്ടെന്ന് പറയുകയും ചെയ്തു എന്റെ അടുത്ത്. എവിടെ ഉണ്ടടാ റോഷ? എന്ത് എവിടെ ഫുഡ് കഴിക്കാൻ പറ്റിയ? ഷെഫ് പിള്ളയാണ്. അതെവിടെയാ?
നമുക്ക് അത് മാപ്പില് സെർച്ച് ചെയ്യാം. ഇതിപ്പോ എന്തായാലും പറ രാമുണ്ട് പറ. ഷെഫ് പുള്ളി ഇപ്പൊ നാട്ടിലില്ല, ഞാൻ കുറച്ച് നേരത്തെ വിളിച്ചില്ല. അവരെവിടെ നമ്മ ചെട്ടിനാർ വീട് അവരെവിടെ ബാക്കിയുള്ളവരുടെ ഇന്ന തട്ട. എനിക്ക് വേറൊരു കോമഡി അറിയാം. കഴിഞ്ഞ വീട് ഏഴായിരുന്നു അറിയാം, ദുബായില്. ദുബായില് അടിപൊളിയായിരുന്ന വീടായിരുന്നേ. ഇപ്രാവശ്യം എവിടെയായിരുന്നു അറിയാം വീട്? നടു റോട്ടില്. ആടാ ഇപ്രാവശ്യം നടു റോട്ടിലാണ് ഉണ്ടായേ. ഇങ്ങോട്ടേക്ക് വരുന്നല്ലേ ഉണ്ടായിരുന്നു നമ്മള്. സെലിബ്രേറ്റ് ചെയ്താ ഇല്ലടാ, ഒരു കേക്ക് പോലും മേടിച്ചത് ഞാൻ തന്നെ തപ്പണം കേക്ക് പോകാൻ. അതൊന്നും പറയണ്ട, നമ്മളിവിടെ കേക്ക് എല്ലാം സെറ്റ് ആക്കിട്ട് കാത്ത് നിന്നിട്ട് അത് നമ്മള് തിന്നു. എന്ത് പരിപാടിയാണ് പോയി? ഇവള് ഇന്നലെ മുതലേ പട്ടിണിയാണ്. ഇന്നലെ മുതല് പട്ടിണിയാ പോലും. നമ്മളെവിടത്തേക്കാ പോകുന്നേ? എവിടെയും പോകുന്നില്ല. നമുക്ക് മാഗ്നയിൽ വിട്ടാലോ? കോരമംഗല മാഗ്ന അതാരാ? മറ്റേ ബിരിയാണീസ് എല്ലാടിക്കും പോയി തിന്നിനി. എന്നും തിന്നാൻ ബാക്കിയുണ്ടോ? എല്ലാരോടും അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതിയാ. ഓക്കെ ഓക്കെ. സൈഡിലാണ് ആയിട്ടില്ല. ഈ മീറ്റിംഗ് കന്നഡ തരോ? തുടച്ചൂടെ? കണ്ണട മാറ്റണം. ആദ്യം കണ്ണട മേടിച്ചിട്ടുള്ളൂ. തുറക്കല്ലേ 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 തുറക്കല്ലേ. കൈ വിടറാ, കൈ പിടിച്ചോടെ നിന്നെ. സോ ഗായ്സ്, ഞാൻ ബാംഗ്ലൂരാണ് ടോക്കുന്നത്. ഫെബ്രുവരി 26. ആക്ച്വലി 2 ദിവസം മുന്നെയാണ് ഞാൻ രാമുവിന് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തത് തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ സച്ചിനെ വിളിച്ചിട്ട് ബാക്കി ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുമായിരുന്നു. അപ്പം ഞാൻ ബാംഗ്ലൂർ തന്നെ വന്നിട്ട് ഈ ഒരു ഗിഫ്റ്റ് റെഡിയാക്കാൻ ഒരു റീസൺ ഉണ്ട് കേട്ടോ. അത് ഞാൻ വഴിയെ പറയാം. ഗായ്സ്, ഞങ്ങൾ സർപ്രൈസിന് മുമ്പേ ഒരു ചായ കുടിക്കാൻ വേണ്ടിയുള്ള ചായയല്ല, ഷുഗർ കേൻ ജ്യൂസ്. എന്തിഡ്ലിയാടാ അത്? എന്തിഡ്ലി അത്? തട്ടിഡ്ലി. ഞാൻ ഒരു പ്ലെയിൻ ദോശയും കേസരി ആൻഡ് ഹോർലിക്സ്. യെസ്, അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് മേടിക്കാനുള്ള സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും വാങ്ങിക്കാൻ വന്നേക്കുന്നതെന്ന്. അപ്പൊ ഇത് കോരമംഗലയിലുള്ള റോയൽ എൻഫീൽഡ് ഷോറൂം ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മേലെയാണ്, അതായത് ഈ ഒരു ബിൽഡിങ്ങിന്റെ മേലത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് രാമുട്ടൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് 2016 പഠിക്കുന്നത്. അപ്പൊ അത് പഠിക്കുന്ന സമയത്ത് രാമുട്ടൻ നല്ല അത്യാവശ്യം ഈ ഒരു ഷോറൂമിന് ഒരു ബാഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അതായത് ഒരു 9 ഇയേഴ്സിന് ശേഷം സെയിം ഈ ഒരു ഷോറൂമിലേക്ക് എത്തിയേക്കുന്നത്. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് വേറൊന്നും അല്ല കേട്ടോ, ഹിമാലയൻ 450 പുതിയ മോഡൽ നമ്മൾ വാങ്ങിക്കാനാണ് ഗായ്സ് ഇവിടെ വന്നേക്കുന്നത്. സോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതാണ്. ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാന്നുള്ളത് ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ. അപ്പൊ രാമുന്റെ ബർത്ത്ഡേസിന് ഞാൻ അങ്ങനെ തിങ്സ് കൊടുക്കൽ വളരെ കുറവാണ്. മോസ്റ്റ്ലി എന്റെ കൈ കൊണ്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മൊമെന്റ്സ് ആണ് ഞാൻ മോസ്റ്റ്ലി ഗിഫ്റ്റ് ചെയ്യാറ്. എനിക്ക് പൊതുവെ അതാണ് കേട്ടോ ഇഷ്ടം. അതാണ് കുറച്ച് ഡെപ്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പൊ ഇത്തവണ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ബൈക്ക് കൊടുത്താലോ എന്നുള്ളൊരു ഐഡിയ മനസ്സിലേക്ക് വന്നത്. അതിന് വേറൊരു റീസണും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഷോറൂമിന്റെ മേലെയാണ് രാമുട്ടൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചത്. അപ്പോൾ അത് 2016 ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ ഹിമാലയന്റെ ഫസ്റ്റ് മോഡൽ ഇറങ്ങുന്നത്. സോ അതിങ്ങനെ ഷോറൂമിന്റെ ഫ്രണ്ടിൽ ഷോക്കേസ് ചെയ്ത് വെച്ചപ്പോൾ രാമുട്ടൻ ഇങ്ങനെ ഇറങ്ങി വന്നതിൽ കയറി ഇരുന്ന് അതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ അത്യാവശ്യം നല്ല രീതിയിൽ ബാഡ് കിട്ടിട്ടോ. ആളെ നൈസായിട്ട് അങ്ങോട്ട് ആട്ടി ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് അത് രാമുട്ടൻ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. കാരണം അന്ന് എടുത്തൊരു ഡിസിഷനാണ്, ഇനി വാങ്ങിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹിമാലയൻ തന്നെ വാങ്ങിക്കുള്ളൂ, ആൻഡ് അത് ഈ ഷോറൂമിൽ തന്നെ വാങ്ങിക്കുകയും ചെയ്യും, ആൻഡ് എന്നിട്ടേ ഞാൻ ഈ ബൈക്ക് ഓടിക്കുള്ളൂ എന്ന് പറഞ്ഞൊരു ഡിസിഷൻ മനസ്സിലെടുത്ത് എന്നോട് ഇങ്ങനെ റാൻഡം ആയിട്ട് എടുത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 days ബാക്ക് ഞങ്ങളുടെ ഇടയിൽ ഒരു കോൺവെർസേഷൻ വന്നിട്ടോ, ലൈക്ക് ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും പറ്റിയും സ്വപ്നങ്ങളെയും പറ്റിയും. അപ്പോൾ എഗെയിൻ ഞങ്ങൾ ഈ ഒരു ബൈക്കിന്റെ ടോപ്പിക് ഇങ്ങനെ വെറുതെ പറയണ്ടായി. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ്, ഈ ഇത്തവണ ബൈക്ക് വാങ്ങിച്ചു കൊടുത്താലോ. കാരണം അത് രാമുണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സന്തോഷമാവും ആൾക്ക്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു ഗിവ് ദിസ് ഗിഫ്റ്റ് ടു ഹിം. ഈവൻ എനിക്ക് വെഡിങ് ആനിവേഴ്സറി ടൈമിൽ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ രാമുട്ട് നാട്ടിലില്ലാത്തതുകൊണ്ട് അതൊരു
ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അതെനിക്ക് തോന്നുന്നു ഇപ്പൊ നന്നായത്. കാരണം ഇത്തവണ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല കറക്റ്റ് ടൈമിന്. അപ്പൊ 5 ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും തരാൻ ഞാൻ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നാട്ടിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ 3 മാസം എടുക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്തിട്ട് ആ കോരമംഗല ഷോറൂംകാരൻ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ല ഞാൻ മുട്ട അലമ്പല്ലേ സർപ്രൈസ് അതല്ല ഒരു സർപ്രൈസ് ഉണ്ട്. അടങ്ങിയിരിക്കേ, എങ്ങും കൊണ്ടുപോകില്ല. നീ കൈമാറ്റ്. ഓക്കെ, ഇനി നമ്മൾ പറയണ വരെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ ഇരുന്നോ. ഓക്കെ, അങ്ങനെ നോക്കല്ലേ, ഇങ്ങനെ നിൽക്ക്. പകരം വീട്ടാണല്ലേ ഓൾ സെറ്റ്. വന്നാ മതിയായിരുന്നു. സംഭവം പറ. ഇതെത്രയാ? 2. അയ്യോ ശ്വാസം പിടിച്ച് ആവട്ടെ, മൂക്ക് കുറച്ചൊക്കെ. റോസിന് ഓടിക്കാൻ അറിയില്ല. നീ ഇങ്ങനെ തന്നെ നിന്നോ. ഒരു വഴി പറഞ്ഞു കൊടുക്കണ്ടേ പോയാൻ. നീ കുറച്ചേരം ഇവിടെ ഇങ്ങനെ അങ്ങനെ ഇരിക്കും. ഞങ്ങളിപ്പോ വരാം. ഇല്ല ഇവിടെ ഇരിക്കും. അല്ല ഇത് സ്ഥലം പറഞ്ഞോ. എല്ലാം അങ്ങുമില്ല, ഇവിടെ നിക്ക്. നാട്ടുകാർ പിടിച്ചോടി. കണ്ണ് കെട്ടിട്ട് പിന്നെ എന്തിനാ അത് കൈ വെച്ചോ. അന്ന ബുദ്ധി. എടാ കാർന്നല്ല ഒച്ച വെക്കുന്ന. എടാ എല്ലാരും എന്തി എല്ലാരും ഇപ്പൊ എത്തും. എല്ലാരും എത്തണ വരെ രാമൂട്ടൻ അവിടെ കണ്ണ് കെട്ടിക്കട്ടെ. ബാച്ചിക്കനൊക്കെ ഒന്ന് വിളിച്ചു നോക്കി. നമ്മളെല്ലാരെയും വിളിച്ച് വേഗം എത്താൻ പറയാണ്. നമുക്കൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാറുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി ചോദിച്ചിട്ട് വരാറുണ്ട്. ഗായ്സ്, നമ്മളിതാ കോരമംഗലയിലുള്ള റോയൽ എൻഫീൽഡ് ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ രാമൂട്ടനും പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ രാമൂട്ടൻ ഇങ്ങനെ കണ്ണൊക്കെ കെട്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ എല്ലാം സെറ്റായോ എന്ന് നോക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മുടെ ബൈക്ക് ദേ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈവൻ എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ രാമൂട്ടൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പോകണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സോ നമുക്ക് നോക്കാം അല്ലേ. ഫ്രണ്ട്സ് ഇനി കുറച്ച് പേരൂടെ വരാനുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത് പറഞ്ഞൊരു കേക്കും കൂടെ കട്ട് ചെയ്യാമെന്നാണ് സെയിം ടൈമിൽ തന്നെ. അപ്പോൾ കേക്ക് മേടിക്കാനായിട്ട് ഭയങ്കര നോയ്സ്. കേക്കും മേടിക്കാനായിട്ട് ഫ്രണ്ട്സും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം നമുക്ക് രാമൂട്ടിന് ഗിഫ്റ്റ് ചെയ്യാം അല്ലേ. ഓക്കെ ഗൈസ്, സർപ്രൈസിന് വേണ്ടി ഞാനിവിടെ കണ്ണനൊക്കെ കൊടുക്കാൻ പോയാണ്. എങ്ങനെയുള്ളത് നമ്മൾ വൃന്ദ അവളുടെ പ്രിയപ്പെട്ട ഹലോ ഗൈസ്. നീണ്ട 5 വർഷത്തെ കാത്തിരിപ്പില്ല വൃന്ദ അനുപ്രസാദിന് നേടിക്കൊടുത്തിരിക്കുകയാണ്. മിസ്സിംഗ് ആണ്.
അവൻ വരൂ. കാണുന്നില്ല. രണ്ടാമത്തെ അഡ്വഞ്ചർ happy birthday Ram. Happy birthday Happy birthday Ramu. Happy birthday Ramu. Happy birthday Ramu. Happy birthday Ramu. ഗൈസ്, അപ്പോൾ നമ്മൾ സർപ്രൈസ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫുഡ് അടിക്കാൻ വേണ്ടി എവിടെ വന്നിരിക്കുകയാണ്? നെഹദി മന്തിയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടുത്തെ ലൊക്കേഷൻ എവിടെയാ? മടിവാളയിലുള്ള നെഹദി മന്തി. എത്രനേരം മുന്നോട്ട് ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും മടിവാളയിലേക്ക് പോകുന്ന വഴി 500 മീറ്റർ പുറകെയാണ് നെഹദി മന്തി. ഇവിടുത്തെ പ്രമോഷന് വന്നല്ല. ഇതാ ചോന്ന ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ അവള് കൊണ്ടുപോയി ഗായ്സ്. ഇതാ അവനും ഇതാ അവളും ഇവളും എല്ലാവരും ഉണ്ട്. ഇതാ ഗായ്സ് ഫ്രണ്ട്സ്, നമ്മുടെ ഇതാ മന്തി വിളമ്പുന്നത് മന്തി റോഷൻ. ഗായ്സ് ഇവന്റെ പിറന്നാളാണ് ഗായ്സ്. ഇവന്റെ പിറന്നാളിന് ട്രീറ്റ് ആണ് ഗായ്സ്. അപ്പൊ ഇവിടെ വ്ളോഗ് എടുക്കുന്നത് സച്ചിൻ ജതിയെ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ബോയ് ആയ എന്താണ് ബർത്ത്ഡേയെ കുറിച്ച് എങ്ങനെയാണ് ആ ഒരു സർപ്രൈസ് എങ്ങനെയാണ് താങ്കൾക്ക് ഫീൽ ചെയ്തത്? ആ സമയത്ത് ഒരു ഇമോഷൻ എന്തായിരുന്നു? ഓക്കെ, അതാണ് അപ്പോ ഞാൻ ഈ സാധനം വാങ്ങണം എന്നുള്ളത് കുറേ കാലത്തെ എന്താ പറയാ മാറ്റിവെക്കലാണ്. ഇല്ലെങ്കിൽ അടുത്ത വർഷം സെറ്റ് ആകുമ്പോൾ നോക്കാം, അടുത്ത പ്രാവശ്യം വണ്ടി വാങ്ങാം, അടുത്ത പ്രാവശ്യം വണ്ടി അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത്രയും 7 വർഷത്തോളമായി അങ്ങനെ വാങ്ങണം എന്ന് മാത്രമല്ല, ഞാൻ ഇതുവരെ ആ സാധനം വണ്ടി ഹിമാലയൻ ഓടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒറ്റ പ്രാവശ്യം കയറി ഇരുന്നിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നപ്പോൾ അത് എല്ലാവരും സെക്യൂരിറ്റി ചവിട്ടി പുറത്താക്കി. ആണ് കോമഡി അതിൻ്റെതായിരുന്നു എന്ന് വെച്ചിട്ട് ആയിരുന്നു. എടാ ഈ കഥ എല്ലാവർക്കും അറിയുന്നല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻഫീൽഡിന്റെ ഷോറൂം ആണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഹിമാലയ എന്ന് പറഞ്ഞൊരു വണ്ടി ഇങ്ങനൊരു നമ്മൾ നോർമലി കണ്ടിട്ടുള്ള ബുള്ളറ്റ് കാറ്റഗറി ഇല്ലേ, റോയൽ എൻഫീൽഡിന്റെ ആ ഒരു ക്ലാസിക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആ സാധനങ്ങൾ മാത്രമേ ഈ എൻഫീൽഡിന്റെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോഴാണ് അവരെ അവിടെ ഈ സാധനം കാണുന്നത്. ഭയങ്കര ക്യൂരിയസ്. 35 ADV കാറ്റഗറി, കുറച്ച് കാറ്റഗറീസ് ഉണ്ട് വണ്ടിയിൽ ഇതേപോലെ. അപ്പോൾ അതിനോട് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ ഒരു മോഡൽ കണ്ടത് അപ്പോഴാണ്. അപ്പോൾ കയറി ഇരുന്നപ്പോഴാണ് സെക്യൂരിറ്റി പുറത്താക്കി. അപ്പം അന്ന് ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ വണ്ടിയെ ഞാൻ വാങ്ങും. ഞാനത് വാങ്ങിയിട്ട്
ഓടിച്ച് നോക്കത്തുള്ളൂ. ഓ അത് അന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന ആ സമയത്ത് എടുത്ത സാധനം വണ്ടി ഇറങ്ങിയ സമയത്ത്. ഇപ്പൊ എത്ര വർഷമായി? ഏകദേശം ഇപ്പൊ 2016 തോന്നുന്നു. 16, 17, 18, 19, 20, 21, 22, 23, 24 9 വർഷം ഓടാണെന്ന്. 9 വർഷത്തിന് ശേഷം തിരുമ്പി വന്നാൽ 9 7 വർഷം 7 വർഷം അല്ലേ? 2016 ഇതാണ് 9ാമത്തെ കൊല്ലം. 10 വർഷം. ആ അതാണ്. അതായിരുന്നു എനിക്ക് ആ സാധനം അത്രക്ക്. കാരണം അതിന്റെ കുറേ കംപ്ലൈൻറ്റ്സ് അറിയാം. ഏറ്റവും സിമ്പിൾ പറയാം, ഞാൻ എടുക്കുന്ന പറയുമ്പോൾ ഇവിടെയുള്ള നമ്മളെ കൈമുള്ള വണ്ടി അറിയാലോ എനിക്ക്, ആ ഒരു കാറ്റഗറി എല്ലാം പറയും നാസർ റോഷന് ഒപ്പം ചൊറയാന്ന്. ആ നീ അത് ഭയങ്കര കത്തിക്കും, ഏടുന്നല്ലോ കിട്ടുന്ന വീഡിയോ എല്ലാം അയച്ചു തരും. ഈ സാധനമില്ല പോലും ടയർ ഊരിപ്പോയി എല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ശരിയാന്ന്. എടാ കംപ്ലൈന്റ് ഉണ്ട്, സത്യതാ ഉള്ള പ്രശ്നം അത്. അപ്പൊ അവരെന്തെങ്കിലും കളിയാക്കുന്നുള്ള രീതിയിൽ അയച്ചിരുന്നു, ഞാൻ ഓക്കെ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ്. അല്ല ഇതിപ്പോ കുറച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവൻ മേടിച്ചാലുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ടായി. ഞാൻ എന്റെ ചൊറ കേട്ടിട്ട് ആക്ച്വലി ലാസ്റ്റ് ഇയർ ബർത്ത്ഡേയില് ആരൊക്കെ നമ്മളെ ഗിഫ്റ്റ് കൊടുക്കുന്ന നേരം ഇങ്ങനെ ഒരു മൈൻഡിലുണ്ടായിരുന്നു, ഈ ഇയർ ബർത്ത്ഡേക്ക് ഇവന് ഈ വണ്ടി കൊടുക്കണം. അപ്പം ഇവളുടെ ഈ പ്ലാൻ ഒന്നും ഇല്ല, നമ്മള് പുറത്താരോടും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അതുകൊണ്ടാണ് ലാസ്റ്റ് ഇയർ ബർത്ത്ഡേക്ക് നമ്മളൊരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പാസ്വേഡ് ഇന്നത്തെ ഡേറ്റ് ആയിരുന്നു. പിന്നെ നമ്മള് വിട്ടുപോയി, വർക്കിന്റെ തിരക്കിലായി. പിന്നെ അവസാനം എങ്ങനെയൊക്കെയോ കിട്ടി. എടാ അതാ പറഞ്ഞു വന്നേ. അപ്പം അത്രയും കാലത്തെ ഇതാണ് ഓരോ പ്രാവശ്യം ഇവന്മാര് ഈ ഡിഗ്രി ആ സമയം മുതലേ കേൾക്കുന്നുണ്ടല്ലോ, നമ്മൾ വരുന്നതിന് മുമ്പിലും കേൾക്കുന്നുണ്ട് ഈ സാധനത്തെ പറ്റിയിട്ട് കളിയാക്കൽ. ഇതിങ്ങനെ ഇപ്പം നടക്കുന്നുണ്ട് നമുക്കിടയിൽ. അപ്പോൾ അത്രയും കാലത്തൊരു കാത്തിരിപ്പുണ്ട് ആ വണ്ടി എടുക്കുന്നതിന്. കാരണം എനിക്ക് ഓടിച്ചു നോക്കണമെന്നുണ്ട്. ഇത് ഇല്ല, ഞാൻ കേറിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് അന്ന് പറഞ്ഞ പോലെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ വണ്ടിയിലാണ് ഞാൻ കയറിയിരുന്നെന്ന് ഓടിച്ചത്. പക്ഷെ കോമഡി ഏറ്റവും എന്താ അറിയോ, എൻ്റെ ഇത്രയും ഇങ്ങനെ മാറ്റി 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 വെച്ചിട്ടുള്ള കഥയാണ്. ഇവളത് എത്ര ദിവസം കൊണ്ട് നടത്തി? 5 ദിവസം കൊണ്ട് ടപ്പേ 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 എന്ന് പറഞ്ഞ പരിപാടി എടുത്തിരുന്നാ പോലെ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ലൈക്ക് അതാ ഞാൻ പറഞ്ഞേ, അതിലേറ്റവും കിടലായ സീൻ എന്ന് പറഞ്ഞുതരാം. ഇന്ന് നോർമലി കണ്ണ് കെട്ടി കൊണ്ടുവന്നില്ലേ, എന്നെ കൊണ്ടുവന്ന് നിർത്തിയ സമയത്ത് സാധാരണ എന്താ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ മൂടിയിട്ടൊരു വണ്ടി കാണും. അതാണ് നോർമൽ യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ള സീൻ. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം കിട്ടി തിരിച്ചിട്ടാണ്. പറഞ്ഞാൽ എൻ്റെ കണ്ണ് കെട്ടി കണ്ണിങ്ങനെ തുറക്കുന്ന സമയത്ത് ആ ബൈക്ക് റിലീവ് എന്താ പറയാ ഇങ്ങനെ കാണുന്നത് ഞാൻ കാണുന്നത് പാർട്ട് ബൈ പാർട്ടായിട്ട്. ഓ അടിപൊളിയായിരുന്നു. പാർട്ട് ബൈ ആയിട്ട് ഞാനിങ്ങനെ കാണുക. ആ എനിക്കൊരു എന്താ പറയാ റിനോന്റെ ഭാഷയെ പറഞ്ഞ അഡ്രിനാലിൻ റഷിന്റെ അങ്ങ് കേറി പോവാ. ഇത്രയും പേര് വീക്കിലുണ്ടായിരുന്നു ആ വണ്ടി വാങ്ങുന്നത്. 5 ദിവസം കൊണ്ട് പരിപാടി ചെയ്ത് കൈവന്നാ ഞാൻ 9 വർഷം അതിന്റെ ബാക്കില്. ഇന്ന് നാളെ അല്ലെങ്കിൽ അടുത്താഴ്ച അതിന്റെ അപ്പുറത്താഴ്ച അല്ലെ അതിനെക്കാട്ടി എല്ലാം വലിയ ബ്യൂട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഉണ്ടായിന്, ഒരാള് പോലും മിസ്സായിട്ടില്ല. അതും ക്യാമറ വേണമല്ലോ അപ്പുറത്ത് ഓടുന്നല്ലോ, ഓരോന്നും എടുക്കുന്നില്ല നമുക്ക് അറിയില്ല. അടിപൊളി എല്ലാരും കൂടി ഉള്ള. എനിക്ക് ഇതേ ഓർമ്മ വന്നതെന്ന് അറിയോ, നിനക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന് ഓർമ്മയുണ്ട? ഇവന്മാരെല്ലാം കൂട്ടിക്കൊണ്ടുവന്നിട്ട് എനിക്ക് ആ ഒരു സാധനം കിട്ടിയായിരുന്നു. ആ ഒരു ലൈക്ക് ആംപ്ലിഫൈഡ് ആയിട്ടുള്ള വേർഷൻ. റൈറ്റ്. എനിക്ക് ഞാൻ ഓരോ മൊമെന്റ് ബൈ മൊമെന്റ് അത്ര എൻജോയ്മെന്റ് ഒരു വീക്കിലായിരുന്നു. ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ അതാണ് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്. സ്കില്ലർ സർപ്രൈസ് അതിന്റെ മുകളിലുമുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. മീൻസ് എന്താ പറയാ, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല.